ജ്ഞാനിയായ ഗുരുവിൻ്റെ ഉപദേശം തേടി രണ്ടുപേരെത്തി. രണ്ടുപേരും രണ്ടു ദേശത്തു നിന്നായിരുന്നു. എങ്കിലും രണ്ടുപേരുടെയും പ്രശ്നം ഒന്നായിരുന്നു. ഗുരുവിൻ്റെ അടുത്ത് ഒന്നാമനെത്തിയിട്ട് പറഞ്ഞു, ഗുരുവേ, അനുദിനം വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് ഞാൻ വ്യായാമം തുടങ്ങണോ വേണ്ടയോ എന്ന് ചോദിക്കാൻ വന്നതാണ്. ഗുരു പറഞ്ഞു, അനുദിനം വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, നീ തുടങ്ങുക. രണ്ടാമൻ ഗുരുസന്നിധിയിലെത്തി ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, അനുദിനം വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ വ്യായാമം തുടങ്ങണോ വേണ്ടയോ, അങ്ങ് എന്തു പറയുന്നു? ഗുരു പറഞ്ഞു, അനുദിനം വ്യായാമം നീ തുടങ്ങണമെന്നില്ല. രണ്ടുപേരും പുറത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മറുപടി പരസ്പരം കൈമാറി. വിപരീതമായ മറുപടി ഗുരു പറഞ്ഞതിൽ അതിശയിച്ച് അവർ ഗുരുസന്നിധിയിലെത്തി ഗുരുവിനോട് ചോദിച്ചു. രണ്ടാമനാണ് ചോദിച്ചത്, ഗുരുവേ, ഞാനും ഇവനും ഒരേ ചോദ്യമാണ് അങ്ങയോട് സന്നിധിയിൽ ചോദിച്ചത്. പക്ഷേ അങ്ങ് രണ്ടിനും എന്തേ വിപരീത ഉത്തരം പറഞ്ഞു? ഗുരു പറഞ്ഞു, മകനെ, ആദ്യം ചോദിച്ചവൻ അവൻ്റെ ബോധ്യമാണ് അവൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അവൻ തുടങ്ങിയാൽ അവനത് കണ്ടിന്യൂ ചെയ്യും. എന്നാൽ നീ എന്നോട് പറഞ്ഞത് ലോകത്തിൻ്റെ മുഴുവൻ്റെയും ബോധ്യമാണ്, നിൻ്റെ ബോധ്യമല്ല. ലോകത്തിലെ വാക്ക് കേട്ട് നീ തുടങ്ങിക്കഴിഞ്ഞാൽ നീ അത് തുടരാൻ പോകുന്നില്ല. പ്രിയരെ, ഗുരുവിൻ്റെ സന്ദേശം വളരെ ക്ലിയറാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവ തുടങ്ങണം. അല്ലാതെ തുടങ്ങിയാൽ പാതി വഴിയിൽ നമ്മൾ ഇട്ടിട്ട് പോകും. ആകയാൽ നമ്മൾ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അത് നമ്മുടെ ആത്മാവിൽ ഉറച്ച ബോധ്യത്തോടുകൂടി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും വിജയിക്കുമെന്നേ. അഥവാ പരാജയപ്പെട്ടാൽ ഒരിക്കലും നമ്മൾ തളർന്നു പോവുകയുമില്ല. ഗോഡ് ബ്ലെസ് യു.